KTUവിലെ S2 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് റിലേറ്റഡ് ബ്രാഞ്ചസിന് പഠിക്കാനുള്ള കോഴ്സായ GYMAT 102 അതായത് S2 മാത്സ് അതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാട്രിക്സസ് ആണ്. ആ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു മാട്രിക്സിനെ അതിന്റെ എക്രോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് അതിന്റെ റാങ്ക് കണ്ടുപിടിക്കലാണ്. രണ്ടാമത്തെ സെക്ഷൻ സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കി കൺസിസ്റ്റന്റ് ആണ് എങ്കിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സെക്ഷൻ തന്നിരിക്കുന്ന മാട്രിക്സിന്റെ അത് 2x2 ആയിക്കോട്ടെ 3x3 ആയിക്കോട്ടെ അതിന്റെ ഐഗൻ വാല്യൂസും കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സും കാണുക എന്നുള്ളതാണ് മൂന്നാമത്തെ സെക്ഷൻ. നാലാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡയഗണലൈസേഷൻ പ്രോസസ്സാണ്. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, ഈ മാട്രിക്സിന്റെ ഫോർത്ത് പവർ കാണണം ബൈ ഡയഗണലൈസിങ് മാട്രിക്സ്. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഡയഗണലൈസ് ചെയ്തതിന് ശേഷം ഒരു മാട്രിക്സിന്റെ പവർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഡയഗണലൈസേഷൻ ചെയ്യണം. ഡയഗണലൈസേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മാട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കലാണ്. ഒരു മാട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു 3x3 മാട്രിക്സ് ആയതുകൊണ്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: ലാംഡ ക്യൂബ് മൈനസ് റൈസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് സം ഓഫ് ദ മൈനേഴ്സ് ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ്. M11 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അതായത് -9 എന്ന് പറയുന്ന ആ എലമെന്റിന്റെ മൈനർ. M22 എന്ന് പറയുന്നത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ആ എലമെന്റ്, അതായത് ഇവിടെ 3യുടെ മൈനർ. M33 എന്ന് പറയുന്നത് തേർഡ് റോ തേർഡ് കോളം, ആ ഒരു എലമെന്റ് എന്ന് പറയുന്നത് 7 ആണ്, 7ന്റെ മൈനർ. അതായത് സം ഓഫ് ദ മൈനേഴ്സ് ഓഫ് ദ ഡയഗണൽ എൻട്രീസ് ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് A = 0. ഇപ്പൊ നോക്കുക, ലാംഡ ക്യൂബ് കഴിഞ്ഞ് ഇവിടെ ഒരു മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ ഒരു മൈനസ്, അങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ പോകുന്നത്. ഇത് 3x3 മാട്രിക്സിന് മാത്രമേ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാവൂ. ഓക്കെ, നമ്മുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് A - ലാംഡ = 0 ആണ്. അത് 2x2 ആണെങ്കിലും 3x3 ആണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് നമ്മുടെ ഡയഗണൽ എൻട്രീസിന്റെ സം ആണ്. ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ്, -9 + 3 + 7 സം ആണ്, പ്രോഡക്റ്റ് അല്ല. -9 + 3 + 7 അതായത് -9 + 3 + 7 എന്ന് പറയുന്നത് 10 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1. ട്രേസ് കണ്ടുപിടിച്ചു. ഇനി M11 കാണാം. M11 എന്ന് പറയുന്നത് ഈ മാട്രിക്സിലെ എൻട്രീസ് ഞാൻ വേറൊരു പേപ്പറിലെടുത്ത് എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, -9 - 8 - 16 -9 - 8 - 16 438 447 447. അപ്പൊ M11 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് റോയും എലിമിനേറ്റ് ചെയ്യുക, ഫസ്റ്റ് കോളവും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ്, അതായത് ഡിറ്റർമിനന്റ് ഓഫ്, ബാക്കി ആരാ ഉള്ളത്? 3 ഉണ്ട്, 4 ഉണ്ട്, 3 4, പിന്നെ ഒരു 8 ഉണ്ട്, 7 ഉണ്ട്, 8 7. So this is equal to 3 × 7 21 minus 8 × 4 32. ഇവിടെ നോക്കട്ടെ, 3 × 7 21 minus 8 × 4 that is 32. 21 - 32 എന്ന് പറയുന്നത് -11 ആണ്. സംശയമുള്ളവർക്ക് കാൽക്കുലേറ്ററിലേക്ക് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും 21 - 32 എന്ന് പറയുന്നത് -11 ആണ് എന്നുള്ളത്. അടുത്തത് M22 is equal. ഇതേ എൻട്രീസ് ഞാൻ പിന്നെയും എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ക്യാൻസൽ ചെയ്ത് കളയുക, സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ക്യാൻസൽ ചെയ്ത് കളയുക. ബാക്കിയുള്ള എൻട്രീസിന് ഡിറ്റർമിനന്റ്, ബാക്കി ആർക്കുള്ളത്? -9 4 -9 4 -16 7 -16 7. ഒന്നുകൂടി നോക്കട്ടെ, -9 4 -9 4 -16 7 -16 7. So this is equal to -9 × 7 -9 × 7 അതായത് -63 -16 × 4 is -64.
അതായത് -63 മൈനസ് ഓഫ് മൈനസസ് പ്ലസ് 64 വിച്ച് ഇസ് ഈക്വൽ ടു 1. അങ്ങനെ M22 കഴിഞ്ഞു. അടുത്ത M33 നോക്കാം. M33 ഓൾറെഡി ഞാനൊരു പേപ്പറിൽ ഇതുപോലെ ഈ മാട്രിക്സിന് എൻട്രീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതില് തേർഡ് റോയും തേർഡ് കോളവും ക്യാൻസൽ ചെയ്യുക M33 കാണാനായിട്ട്. ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് -94 -94 -83 -83 ഇങ്ങോട്ട് കമ്പയർ ചെയ്യുക. -94 -83. Okay, so this is equal to -9 into 3 is -27 minus ഇനി -8 into 4 is -32. ഒന്നുകൂടെ നോക്കാം നമ്മൾ ഇത് ശരിയാണോ എന്ന്. -9 into 3 is -27. ഇനി ഒരു മൈനസ് ഇടുക. -8 into 4 is -32. So this is equal to -27 minus of minuses plus 32 which is equal to 5. So M11 plus M22 plus M33 എന്ന് പറയുന്നത് -11 plus 1 plus 5. M11, M22, M33. So this is equal to -11 plus 6. ആകെ ഒരു നെഗറ്റീവ് ആയിട്ട് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. -11 ഞാൻ എടുത്ത് എഴുതി. പോസിറ്റീവ് 2 നമ്പേഴ്സ് ഉണ്ട്, അതും രണ്ടും കൂടി കൂട്ടി 6 എഴുതി. -11ഉം 6ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ -5. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ്. നിങ്ങൾ നേരത്തെ സ്കൂളിൽ വേറെ വഴി പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും ഞാനൊരു മെത്തേഡ് ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ച് ഡിറ്റർമിനന്റ് എ ചെയ്യുന്നു. ഡിറ്റർമിനന്റ് എ ടു ഫൈൻഡ് ഡിറ്റ് എ. ഈ മാട്രിക്സിന്റെ ആദ്യത്തെ 3 കോളവും അതുപോലെ എഴുതുക. അതായത് ആദ്യത്തെ 3 കോളവും അതുപോലെ എഴുതുക. -9 -8 -16. അടുത്തത് സെക്കൻഡ് കോളം ഇസ് 4 3 8. തേർഡ് കോളം ഇസ് 4 4 7. അത് കഴിഞ്ഞ് ആദ്യത്തെ 2 കോളവും റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് കോളം പിന്നെ എഴുതുക -9 -8 -16. അത് കഴിഞ്ഞ് സെക്കൻഡ് കോളം എഴുതുക 4 3 8. 3/3 മാട്രിക്സിന് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് മനസ്സിലാക്കുക. നമുക്കൊന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാം. ക്രോസ് ചെക്ക് ചെയ്യണം എപ്പോഴും, അല്ലെങ്കിൽ ഇടയ്ക്ക് തെറ്റിയാൽ മുഴുവൻ തെറ്റും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. -9 -8 -16 4 3 8 4 4 7 4 7 -9 -8 -16 4 3 8 4 3 8. ഓക്കെ, ഇനി പേന കൊണ്ട് എഴുതുക, പെൻസിൽ വെച്ച് ക്രോസ് ചെയ്യുക. എൻ്റെ പെൻസിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ റെഡ് പേന വെച്ച് ക്രോസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ പേന കൊണ്ട് എഴുതി പേന വെച്ച് തന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മൈനസ് ഒക്കെ പ്ലസ് ആയിട്ട് മാറിയെന്ന് വരും. നിങ്ങൾക്ക് അതിനകത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അത് ഉണ്ടാവാതിരിക്കാൻ പേന വെച്ച് എഴുതുക, പെൻസിൽ വെച്ച് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യത വരും. വളരെ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യുക. ഡയഗണലായിട്ട് ക്രോസ് ചെയ്യുക. ഇങ്ങനെ അത് ഫസ്റ്റ് ബ്രാക്കറ്റിനകത്ത് എഴുതാം. എങ്ങനെ എഴുതാൻ നോക്കുക. -9 into 3 into 7. അതാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. അതായത് -9 into 3 into 7 -189. അത് ഇനി പ്ലസ് ഇടണം. അടുത്തത് 4 into 4 into -16. 4 into 4 into -16. That is -256 -256. പിന്നെ ഒരു പ്ലസ് ഇടണം. 4 into -8 into 8. 4 into -8 into 8 -256. ഒരു ബ്രാക്കറ്റിൽ അത് ഇട്ടു. മൈനസ് ഈ റിവേഴ്സ് ക്രോസ് ചെയ്യണം. റിവേഴ്സ് ക്രോസ് എന്ന് പറയുന്നത് -16 into 3 into 4. -16 into 3 into 4 -192 plus 8 into 4 into -9. 8 into 4 into -9.
minus 288 plus 7 into minus 8 into 4 minus 224. So this is equal to ആദ്യത്തെ ബ്രാക്കറ്റിനകത്തുള്ളത് എടുത്ത് എഴുതുന്നു minus 189 പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ മൈനസ് ആണ് minus 256 പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ മൈനസ് ആണ് minus 256 മൈനസ് -192 പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ മൈനസ് ആണ് minus 288 പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ മൈനസ് ആണ് minus 224 which is equal to ആദ്യം ഇത് മൂന്നും നമുക്ക് എന്താ പറയാ ഈ ഒരു ബ്രാക്കറ്റിനകത്തുള്ള എന്താണെന്ന് കണ്ടുപിടിക്കാം -189 -256 which is equal to -701 മൈനസ് ഈ ബ്രാക്കറ്റിനകത്തുള്ളത് എന്താണെന്ന് നോക്കാം -192 -288 -224 is equal to -704 which is equal to -701 plus double negative ആണ് so plus 704 which is equal to 3. നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം ഇതെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു വേണ്ടതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം so the characteristic equation becomes lambda cube minus trace of a എന്ന് പറയുന്നത് 1 ആണ് trace of a into lambda square plus m11 plus m22 plus m33 ആണ് മൂന്നോട് കൂട്ടിയപ്പോൾ നമുക്ക് -5 ആണ് കിട്ടിയത് സോ -5 എഴുതുക -5 ലാംഡ അടുത്തത് മൈനസ് ഡിറ്റ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 3 ആണ് 3 is equal to 0. This is a characteristic equation of the 3/3 matrix which is given. That is lambda cube minus lambda square plus minus വന്നു കഴിഞ്ഞാൽ minus 5 lambda minus 3 is equal to 0. ഒരു റൂട്ട് നമ്മൾ ഗസ് ചെയ്യണം ക്യൂബിക് ഇക്വേഷൻ ആണ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയില്ല ഒരു റൂട്ട് ഗസ് ചെയ്യണം ഒരു കാര്യം ചെയ്യാം ലാംഡ is equal to 1 ഇട്ട് കൊടുത്തു നോക്കാം ഇത് ശരിയാകുന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ലാംഡ is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും 1 ക്യൂബ് മൈനസ് 1 സ്ക്വയർ മൈനസ് 5 into 1 minus 3 അതായത് 1 minus 1 minus 5 minus 3 it's equal to 1 minus 1 ക്യാൻസൽ ചെയ്ത് പോകും -5 -3 -8 ആണ് 0 കിട്ടില്ല ഇപ്പൊ ലാംഡ is equal to 1 കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല സൊല്യൂഷൻ അല്ല ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ലാംഡ is equal to -1 കൊടുത്തു നോക്കാം ലാംഡ is equal to -1 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും നോക്കാം ലാംഡ ക്യൂബ് -1 ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയർ ലാംഡ എന്ന് പറയുന്നത് -1 ആണ് ലാംഡ സ്ക്വയർ -5 into ലാംഡ -1 -3 ഇതെന്ത് വരും നോക്കാം -1 ക്യൂബ് എന്ന് പറയുന്നത് -1 into -1 into -1 this is -1 minus -1 square is -1 into -1 this is +1 -5 into -1 is +5 -3 ആദ്യം പ്രോഡക്റ്റ് ചെയ്യുക പിന്നെ അഡീഷണൽ സബ്ട്രാക്ഷൻ ചെയ്യുക അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ട് കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ് എന്നാലും ഞാൻ എടുത്ത് പറഞ്ഞു ഇപ്പോഴും തെറ്റിക്കുന്നവരുണ്ട് അതുകൊണ്ട് എടുത്ത് പറയുന്നതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ചെയ്യുക എന്നിട്ട് അഡീഷണൽ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യാവും സോ നമുക്കൊരു കാര്യം ചെയ്യാം നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടാം ഇത് -1 ഉണ്ട് -1 ഉണ്ട് -3 ഉണ്ട് സോ -5 പോസിറ്റീവ് ആകെ ഒരു +5 ഉണ്ട് 0 അപ്പോൾ 0 കിട്ടി ലാംഡ is equal to -1 കൊടുത്തപ്പോൾ ഇക്വേഷൻ ശരിയായിട്ട് മാറി അപ്പൊ നമുക്ക് ലാംഡ is equal to -1 is a solution എന്ന് എഴുതാം കാരണം ലാംഡ is equal to -1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇക്വേഷൻ 0 ആയിട്ട് മാറി ഇനി -1 ശരിയായില്ലെങ്കിൽ നിങ്ങൾ 2 നോക്കും 2 ശരിയായില്ലെങ്കിൽ -2 നോക്കും -2 ശരിയായില്ലെങ്കിൽ 3 നോക്കും 3 ശരിയായില്ലെങ്കിൽ -3 നോക്കും അങ്ങനെ ഏതാണെങ്കിലും എവിടെയെങ്കിലും നമുക്കൊരു സൊല്യൂഷൻ കിട്ടും anyway lambda is equal to -1 is a solution automatically lambda plus 1 is a factor lambda is equal to 1 ആണ് സൊല്യൂഷൻ എങ്കിൽ lambda -1 ആണ് ഫാക്ടർ lambda is equal to -1 ആണ് സൊല്യൂഷൻ സോ lambda plus 1 is a factor എന്താണ് ഫാക്ടർ
6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 into 2 is equal to 6, റിമൈൻഡർ 0. അപ്പോൾ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, റിമൈൻഡർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നതുകൊണ്ട് 3 is a factor of 6. അതുപോലെ തന്നെ ലാംഡ പ്ലസ് 1 is a factor of ഈ ഒരു ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് ലാംഡ ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ മൈനസ്, അതായത് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 എന്ന് അർത്ഥം. എന്നാണ് ഫാക്ടറിന്റെ മീനിങ്. നമുക്കിതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ലാംഡ ക്യൂബ്, ലാംഡ സ്ക്വയർ എന്നൊരു ടേം ഇല്ലായിരുന്നുവെങ്കിൽ 0 ലാംഡ സ്ക്വയർ എന്ന് നിർബന്ധമായിട്ട് എഴുതണം. ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അതുപോലെ എഴുതിയാൽ മതി. മൈനസ് ലാംഡ സ്ക്വയർ. അതുപോലെ ലാംഡ എന്നൊരു ടേം ഇല്ലായിരുന്നെങ്കിൽ 0 ലാംഡ എഴുതണമായിരുന്നു. പക്ഷെ ലാംഡ ടേം ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. മൈനസ് 5 ലാംഡ അതുപോലെ എഴുതുക. ലാംഡ പ്ലസ് 1 ഫാക്ടർ ആണ്, അതുകൊണ്ട് തന്നെ റിമൈൻഡർ 0 ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി എങ്ങനെ ഡിവിഷൻ ചെയ്യാൻ നോക്കാം. ഡിവിഷൻ പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഞാൻ ക്ലാസ്സിൽ ഒത്തിരി തവണ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നിരുന്നാലും പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ്. സോ അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിക്കാം. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. ഓക്കെ, ഇവിടുത്തെ ഡിവൈസറിന്റെ ആദ്യത്തെ ടേം ലാംഡയാണ്, ഡിവിഡൻഡിന്റെ ആദ്യത്തെ ടേം ലാംഡ ക്യൂബ് ആണ്. എന്തിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് ഡിവിഡൻഡ്, എന്തുപയോഗിച്ചാണോ ഡിവൈഡ് ചെയ്യുന്നത് ഡിവൈസർ. ഓക്കെ, ലാംഡയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലാംഡ ക്യൂബ് കിട്ടും? ഈ ഡാഷിന് ഉത്തരം എനിക്ക് വേണം. സോ ലാംഡയെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ലാംഡ ക്യൂബ് എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു ലാംഡ ഇൻറ്റു ലാംഡയാണ്. ഇവിടെ ആകെ ഒരു ലാംഡയുള്ളൂ, ഇവിടെ 3 ലാംഡയുണ്ട്. ഇവിടെ 2 ലാംഡ കൊണ്ടുവരണം, ലാംഡ ഇൻറ്റു ലാംഡ, എങ്കിലേ ഇക്വേഷൻ ശരിയാകുകയുള്ളൂ. അതായത് ലാംഡ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ലാംഡ ക്യൂബ് കിട്ടുകയുള്ളൂ. സോ ലാംഡ സ്ക്വയർ ഞാൻ മേളിൽ എഴുതി. ലാംഡയെയും ലാംഡ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ലാംഡ ക്യൂബ് എഴുതുക. 1നെ ലാംഡ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ലാംഡ സ്ക്വയർ എന്ന് തന്നെ എഴുതുക. ഇനി സബ്ട്രാക്ട് ചെയ്യുക. ലാംഡ ക്യൂബ് മൈനസ് ലാംഡ ക്യൂബ് 0. ഇവിടെ ഈ എന്താ പറയുക, തിരുത്തരുത്, വേറൊരു സൈഡിലായിട്ട് അങ്ങനെ എഴുതി സബ്ട്രാക്ട് ചെയ്യാം. അടുത്തത് ഇത് -1 ലാംഡ സ്ക്വയറും ഇത് +1 ലാംഡ സ്ക്വയറും ആണ്. സോ -1 മൈനസ് +1, ഇതിൽ നിന്ന് ഇതിനെ കുറയ്ക്കുക. -1 മൈനസ് ഇട്ടിട്ട് ഇവിടുത്തെ കോഎഫിഷ്യന്റ് +1. സോ വിച്ച് ഇസ് ഈക്വൽ ടു -1 -1 മൈനസും +1 അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ മൈനസ് ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു -2. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ -2 ലാംഡ സ്ക്വയർ എന്ന് എഴുതി, -5 ലാംഡ -3 എഴുതിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇവിടുത്തെ ആദ്യത്തെ ടേം -2 ലാംഡ സ്ക്വയർ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ലാംഡയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേമായ -2 ലാംഡ സ്ക്വയർ കിട്ടും? അതായത് ലാംഡയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ -2 ലാംഡ ഇൻറ്റു ലാംഡ കിട്ടും. ഇവിടെ ആകെ ഒരു ലാംഡയുള്ളൂ, ഇവിടെ 2 ലാംഡ ഉണ്ട്. സോ ഒരു ലാംഡ എഴുതിയേ പറ്റൂ. പിന്നെ ഇവിടെ ഒരു -2 ഉണ്ട്, ഇവിടെ -2 ഇല്ല. സോ -2 കൊണ്ടുവന്നേ പറ്റും. ശരിയാണെന്ന് നോക്കിക്കേ. ഇപ്പൊ ലാംഡ ഇൻറ്റു -2 ലാംഡ, -2 ഉണ്ട്, ലാംഡ ഇൻറ്റു ലാംഡ ഇവിടെ ഉണ്ട്. സോ -2 ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -2 ലാംഡ എഴുതുക. ഇപ്പോൾ ഒടുവിൽ എഴുതിയ -2 ലാംഡയെ ലാംഡ +1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ ഇത് ലാംഡ സ്ക്വയർ ഇഗ്നോർ ചെയ്യാം, അത് വേണ്ട. ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയ -2 ലാംഡയെ ലാംഡ +1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലാംഡ ഇൻറ്റു -2 ലാംഡ ഇസ് -2 ലാംഡ സ്ക്വയർ. 1 ഇൻറ്റു -2 ലാംഡ ഇസ് -2 ലാംഡ. സബ്ട്രാക്ട് ചെയ്യണം. -2 മൈനസ് -2 അത് 0 ആയി പോകും. ഇനി അടുത്ത് ഇതെന്താണ് നമുക്ക് നോക്കണം. -5 മൈനസ് -2, -5ൽ നിന്ന് -2 കുറയ്ക്കുക. അതായത് -5 + 2 വിച്ച് ഇസ് ഈക്വൽ ടു -3. സോ -3 ലാംഡ -3. അടുത്ത ചോദ്യം, ലാംഡയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 ലാംഡ കിട്ടും? ലാംഡയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 ലാംഡ കിട്ടും? ലാംഡ ഇവിടെ ഒരു ലാംഡ, പ്രശ്നമില്ല. ഇത് അധികമായിട്ട് വരുന്ന -3 ആണ്. സോ ഇവിടെ ഒരു -3 ഇട്ടാൽ മതിയാകും. ലാംഡ ഇൻറ്റു -3 ഇസ് -3 ലാംഡ. സോ -3 ഇടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എഴുതിയ -3യെ ലാംഡ +1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ലാംഡ ഇൻറ്റു -3 ഇസ് -3 ലാംഡ. 1 ഇൻറ്റു -3 ഇസ് -3. നമ്മുടെ
സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ റിമൈൻഡർ 0 എന്ന് കിട്ടും. നേരത്തെ ഞാൻ എഴുതി കാണിച്ചിരുന്നു 6 ഡിവൈഡഡ് ബൈ 2, 2 into 3 is equal to 6. റിമൈൻഡർ 0 ആയത് കാരണം ഈ ഡിവിഡൻഡിനെ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് എന്ന് എഴുതാം. അതുപോലെ ഇവിടെ റിമൈൻഡർ 0 ആയത് കാരണം ഡിവിഡൻഡിനെ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് എന്ന് എഴുതാം. ഈ ഇക്വേഷനിൽ ആ ഇക്വേഷന്റെ ഇടത്തെ സൈഡ് ആണല്ലോ നമ്മുടെ ഡിവിഡൻഡ്. അപ്പൊ ഡിവിഡൻഡിന് പകരം ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. ലാംഡ പ്ലസ് 1 ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ മൈനസ് 3 is equal to 0. That is lambda plus 1 is equal to 0, or lambda square minus 2 lambda minus 3 is equal to 0. First bracket into second bracket is equal to 0. ഒന്നുകിൽ ഫസ്റ്റ് ബ്രാക്കറ്റിൽ ഐറ്റം 0 ആയിരിക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് ബ്രാക്കറ്റിൽ ഐറ്റം 0 ആയിരിക്കും. ഇവിടെ തന്നെ ലാംഡയുടെ വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. ലാംഡ പ്ലസ് 1 is equal to 0യിൽ നിന്ന് ഈ പ്ലസ് 1 വലത്തെ സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലാംഡ is equal to -1. അത് നമ്മൾ ഓൾറെഡി ഗസ് ചെയ്ത സൊല്യൂഷൻ ആണ്. പിന്നെ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ലാംഡ നമുക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കും. -p + or -√p² - 4ac/2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. പക്ഷെ എനിക്ക് ഫാക്ടറൈസ് ചെയ്ത് ചെയ്യാനാണ് താല്പര്യം, അതുകൊണ്ട് ഞാൻ ഫാക്ടറൈസ് ചെയ്ത് ചെയ്യുന്നു. ഇത് ഞാൻ അതുപോലെ എഴുതുന്നു. ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. അതായത് സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ -2 ലാംഡയുടെ കോയിഫിഷ്യന്റ് ആയ -2, പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന -3. ഏതൊക്കെയായിരിക്കും നമ്പേഴ്സ്? -3ഉം 1ഉം ആയിരിക്കും. -3ഉം 1ഉം കൂടെ കൂട്ടുമ്പോഴാണ് -2 കിട്ടുന്നത്. -3ഉം 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് നമ്പേഴ്സ് പറയുന്നത് -3ഉം 1ഉം ആണ്. ലാംഡയുടെ ആൻസർ അല്ല ഇത്, ഫാക്ടറൈസേഷൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ്. പലർക്കും അത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആണ്. ഓർത്തോളൂ, ലാംഡയുടെ ആൻസർ അല്ല, ഫാക്ടറൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ ലാംഡ -3 ഇൻറ്റു ലാംഡ പ്ലസ് 1 is equal to 0. -3ഉം 1 ഞാൻ ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ലാംഡ പ്ലസ് 1 is equal to 0. ഇതൊരു പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് ബ്രാക്കറ്റ് ഇൻറ്റു സെക്കൻഡ് ബ്രാക്കറ്റ്. ഒന്നുകിൽ ആദ്യത്തത് 0 ആവണം, അല്ലെങ്കിൽ രണ്ടാമത്തത് 0 ആകണം. ഇവിടുന്ന് ലാംഡ is equal to 1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -1, ഇവിടുന്ന് ലാംഡ is equal to -3 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +3, ഇവിടുന്ന് ലാംഡ is equal to 1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -1. നമുക്ക് ക്ലബ് ചെയ്ത് -1 -1 3 എന്ന് എഴുതാം. ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല, റെപ്പറ്റീഷൻ വന്നിട്ടുണ്ട്. -1 ഇവിടെ റെപ്പറ്റീഷൻ വന്നിട്ടുണ്ട്. റെപ്പറ്റീഷൻ വന്നതുകൊണ്ട് മാട്രിക്സ് ഡയഗണലൈസബിൾ ആണെന്നോ അല്ലെന്നോ നമുക്ക് ഇവിടെ കൊണ്ട് തീരുമാനം പറയാൻ സാധിക്കില്ല. അപ്പൊ 3 വ്യത്യസ്തമായിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 2 3 കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള 3 ഐഗൺ വാല്യൂസ് ആണെങ്കിൽ സ്പോട്ടിൽ പറയാം മാട്രിക്സ് ഡയഗണലൈസബിൾ ആണ് എന്ന് പറയാം. പക്ഷെ ഇതുപോലെ റെപ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ഡയഗണലൈസബിൾ. മാട്രിക്സ് may or may not be diagonalizable. ഡയഗണലൈസബിൾ എന്നൊരു വാക്ക് ഇവിടെ ഞാൻ പറഞ്ഞു. ക്ലാസ്സിൽ ഞാൻ പലതവണ അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം. എ എന്നൊരു മാട്രിക്സ് ഡയഗണലൈസബിൾ ആകണമെങ്കിൽ നമുക്കൊരു മാട്രിക്സ് പി കണ്ടുപിടിക്കാൻ സാധിക്കണം. there exists p such that p inverse into a into p is equal to d a diagonal matrix. a ഡയഗണലൈസബിൾ എന്ന് പറയണമെങ്കിൽ നമുക്കൊരു മാട്രിക്സ് പി കണ്ടുപിടിക്കാൻ സാധിക്കണം. നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. such that p inverse into a into p, ഓർഡർ ഇത് കറക്റ്റ് ഓർഡർ ആയിരിക്കണം. p inverse into a into p എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മാട്രിക്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ ഡയഗണലൈസബിൾ എന്ന് പറയും. അതാണ് ഡയഗണലൈസബിളിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എനിവേ ഇവിടെ നമുക്ക് ഡയഗണലൈസബിൾ ആണെന്നോ അല്ലെന്നോ പറയാൻ കഴിയില്ല. കാരണം ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല. അപ്പൊ നമുക്ക് ഐഗൺ വെക്ടേഴ്സിലേക്ക് നീങ്ങണം. ഐഗൺ വെക്ടേഴ്സ് ആണ് പിന്നെ ഡയഗണലൈസബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് ആദ്യം ലെറ്റ്സ് ഫൈൻഡ് ദി ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ is equal to 3.
AX is equal to lambda x. എന്താണെങ്കിലും ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ എന്ന വാക്കുകൾ ഉപയോഗിച്ചത് കാരണം അതിന്റെ അർത്ഥം കൂടി ഒന്നുകൂടി പറയാം. ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടി ഞാൻ പറയാം. A സ്ക്വയർ മാട്രിക്സ് ആണ്, എക്സ് കോളം മാട്രിക്സ് ആണ്, ലാംഡ റിയൽ നമ്പർ ആണ്, എക്സ് കോളം മാട്രിക്സ് ആണ്. അപ്പൊ ഈ AX is equal to lambda x for some x, എല്ലാ എക്സുകൾക്കും ഇത് ശരിയാകണം എന്നില്ല. ഏതെങ്കിലും ചില എക്സുകൾക്കെങ്കിലും, ചില കോളം മാട്രിക്സ് എക്സിനെങ്കിലും ഇത് ശരിയാകുകയാണ് എങ്കിൽ ലാംഡ എന്ന് പറയുന്ന റിയൽ നമ്പർ എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ ഐഗൺ വാല്യൂ ആയിരിക്കും. ഏതൊക്കെ എക്സിനാണോ ഇത് ശരിയാകുന്നത് ആ എക്സ് ആയിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ. ഓക്കെ, അപ്പോ if AX is equal to lambda x for some x, then lambda is said to be an eigenvalue of A. Lambda is equal to 3 ഒരു ഐഗൺ വാല്യൂ എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും AX is equal to 3x for some x. ഇനി അത് ഏത് എക്സുകൾക്കാണ് ശരിയായിട്ട് വരുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. ആ എക്സുകളാണ് നമ്മുടെ ഐഗൺ വെക്ടർ. AX minus 3x is equal to 0. പിന്നെ AX minus 3ix is equal to 0 എന്ന് എഴുതുക. എക്സിനെ മാറ്റി ix എന്ന് കൊടുക്കുക. ഐഡന്റിറ്റി മാട്രിക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. സോ A minus 3ix is equal to 0. ഇതാണ് നമ്മുടെ മാട്രിക്സ് എ. ഡയഗണൽ എൻട്രീസ് ചെയ്യുന്ന, ഡയഗണൽ എൻട്രീസ് ഉദ്ദേശിക്കുന്നത് ഈ എൻട്രി, ഈ എൻട്രി, ഈ എൻട്രി, ആ എൻട്രിയിൽ നിന്ന് -3 ചെയ്യുക. ബാക്കി ഒരു എൻട്രീസും ചേഞ്ച് ചെയ്യരുത്, അതുപോലെ നിർത്തണം. നമുക്ക് -9ൽ നിന്ന് -3 ചെയ്യണം. അപ്പോൾ -12 കിട്ടും. അടുത്ത 4 ഒന്നും ചേഞ്ച് ചെയ്യരുത്, അതുപോലെ നിർത്തുക. 4 ചേഞ്ച് ചെയ്യരുത്, അതുപോലെ നിർത്തുക. അടുത്തത് -8 ചേഞ്ച് ചെയ്യരുത്, അതുപോലെ നിർത്തുക. 3 ഡയഗണൽ എൻട്രി ആണ്, ഡയഗണൽ എൻട്രിയിൽ നിന്ന് -3 ചെയ്യണം. സോ 3 -3 0. 4 അതുപോലെ നിർത്തുക. ഇനി -16 അതുപോലെ നിർത്തുക. 8 അതുപോലെ നിർത്തുക. 7 ഡയഗണൽ എൻട്രി ആണ്. സോ 7 -3 ചെയ്യുമ്പോൾ 7 -3 is 4. A -3 ആയി എന്ന് പറയുന്ന ഈ ഒരു മാട്രിക്സ് ആണ്. അപ്പോൾ 3/3 മാട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എക്സ് വൈ ഇസഡ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈ കോളം മാട്രിക്സിനെ ഇസ് ഈക്വൽ ടു 0 0 0 ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ഡയഗണൽ എൻട്രീസ് ഇവിടെ -9 3 7. -9ൽ നിന്ന് -3, ഇവിടെ -3 ആയതുകൊണ്ടാണ് -3 ചെയ്യുന്നത്. +3 ആണെങ്കിൽ +3 ചെയ്യണം. സോ -12. 3ൽ നിന്ന് -3 ചെയ്തപ്പോൾ 0. 7ൽ നിന്ന് -3 ചെയ്തപ്പോൾ 4. ബാക്കി എൻട്രീസ് ഒക്കെ അതുപോലെ 4 4 4 4, -8 4 -8 4, -16 8 -16 8 അതുപോലെ നിർത്തുക. അപ്പൊ നമുക്ക് A -3 ആയ മാട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും, ഞാൻ ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് മാത്രം 3 കുറച്ചു, ബാക്കി എല്ലാ എലമെന്റ്സും അതുപോലെ നിർത്തി, ഇത് ശരിയാകുമോ? ഓക്കെ, ഞാൻ A -3 ഞാൻ എഴുതി കാണിക്കാം. A തന്നിരിക്കുന്ന മാട്രിക്സ് ആണ്. -3 ഇൻറ്റു ഐഡന്റിറ്റി മാട്രിക്സ്, ഇവിടെ 3/3 ആയത് കാരണം 3/3 ഐഡന്റിറ്റി മാട്രിക്സിന് എഴുതുക. ഡയഗണൽ എലമെന്റ്സ് 1, ബാക്കിയൊക്കെ 0. ഇത് ഡിറ്റർമിനന്റ് ഉള്ള മാട്രിക്സ് ആണ്. സോ 3 എന്ന് പറയുന്നത് ഓരോ എലമെന്റിനെയും കൂടെ മൾട്ടിപ്ലൈ ആണ്. 3 into 1 is 3, 3 into 0 is 0, 3 into 0 is 0, 3 into 0 is 0, 3 into 1 is 3, 3 into 0 is 0, 3 into 0 is 0, 3 into 0 is 0, 3 into 1 is 3. സബ്ട്രാക്ട് ചെയ്ത് നോക്കിക്കോളൂ, നമുക്ക് കിട്ടുന്ന മാട്രിക്സ് ഇത് തന്നെയാണ്. -9 -3 is -12, 4 minus 0 is 4, 4 minus 0 is 4, -8 minus 0 is -8, 3 minus 3 is 0, 4 minus 0 is 4, -16 minus 0 is -16, 8 minus 0 is 8, 7 minus 3 is 4. Same matrix ആണ് കിട്ടിയിരിക്കുന്നത്. നോക്കിക്കേ, -12 4 4, -8 0 4, -16 8 4. അതുകൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് ചെയ്യണമെന്നല്ല, പെട്ടെന്ന് തന്നെ നമുക്കത് എഴുതാം. തന്നിരിക്കുന്ന മാട്രിക്സിൽ നിന്ന് നമ്മൾ ഡയഗണൽ എൻട്രീസിൽ നിന്ന് 3 കുറയ്ക്കുക. -3 ആയതുകൊണ്ട് ബാക്കി എൻട്രീസിനെ അതുപോലെ നിർത്തുക. ഇതിപ്പോ നമ്മൾ കണ്ടുപിടിച്ച A -3i എന്ന് പറയുന്ന മാട്രിക്സ്, ഇത് ക്യാപിറ്റൽ X എന്ന് പറയുന്ന കോളം മാട്രിക്സ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലെ 0 മാട്രിക്സ്. ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്, കാരണം റൈറ്റ് സൈഡിലെല്ലാം 0 ആണ്. ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഒരു 0 സൊല്യൂഷൻ അഥവാ ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല, എന്തായാലും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഓഗ്മെന്റഡ് മാട്രിക്സ് എടുത്ത് റെഡ്യൂസ് ചെയ്യുന്നത്.
ഇവിടെ സൊല്യൂഷൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ മാട്രിക്സ് മാത്രം എടുത്ത് റോ റിഡ്യൂസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ചോദ്യം, സീറോ റോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോൺ സീറോ റോസിന് താഴെ ആയിരിക്കണം. സീറോ റോ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റും സീറോ ആയിട്ടുള്ള റോ. അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് നോൺ സീറോ റോസിന് താഴെ ആയിരിക്കണം. അങ്ങനെ ഒരെണ്ണം ഇവിടെ ഇല്ല. അപ്പൊ ആ ഒരു ചോദ്യം നമുക്ക് വിട്ടേക്കാം. അടുത്തത്, ഫസ്റ്റ് റോയിലെ ലീഡിങ് നോൺ സീറോ എൻട്രി, ആദ്യത്തെ സീറോ അല്ലാത്ത എൻട്രി, അത് 1 ആയിരിക്കണം. അതിവിടെ -12 ആണ്. അത് 1 ആകണം. ഓക്കെ, അപ്പൊ അത് 1 ആക്കാൻ വേണ്ടിയിട്ട് R1 ചേഞ്ചസ് ടു R1 by -12. സോ നേരെ നമുക്ക് ചെയ്യാം, ശ്രദ്ധിച്ച് ചെയ്യണം. -12 by -12 അത് 1 ആണ്. 4 by -12 എന്ന് പറയുന്നത് -1/3 ആണ്. 4 by -12 എന്ന് പറയുന്നത് -1/3 ആണ്. R1 മാത്രമേ ചേഞ്ച് കൊടുത്തിട്ടുള്ളൂ. R2 R3 അതുപോലെ എഴുതുക. -8 0 4 -16 8 4. ചോദ്യങ്ങൾ ആവർത്തിക്കുക. സീറോ റോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോൺ സീറോ റോസിന് താഴെ ആയിരിക്കണം. സീറോ റോസ് ഒന്നും തന്നെ ഇല്ല. ആ ചോദ്യം ഉപേക്ഷിച്ചു. അടുത്ത ചോദ്യം, ഫസ്റ്റ് റോയിലെ ലീഡിങ് നോൺ സീറോ എൻട്രി 1 ആണോ? അതെ, യെസ് ആണെങ്കിൽ അതിന് നേരെ താഴെ, വലത്തോട്ട് ഇടത്തോട്ട് നോക്കരുത്, നേരെ താഴെ ഉള്ള എൻട്രീസ് സീറോ ആണോ എന്നാണ് ചോദ്യം. സീറോ അല്ലെങ്കിൽ സീറോ ആക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതും സീറോ അല്ല, ഇതും സീറോ അല്ല. R2 ചേഞ്ച് ചെയ്യണം, R3 ചേഞ്ച് ചെയ്യണം. സോ R2 ചേഞ്ചസ് ടു R2 മൈനസ് എന്ന് എഴുതി റെഡിയാക്കി വെക്കുക. R3 ചേഞ്ചസ് ടു R3 മൈനസ് എന്ന് എഴുതി റെഡിയാക്കി വെക്കുക. ഈ നമ്പേഴ്സ് രണ്ടും അതുപോലെ എഴുതുക. -8 -16 കൂടെ ഒരു R1 നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ചോദ്യം ഇതായിരുന്നു, റോ 1ലെ ലീഡിങ് നോൺ സീറോ എൻട്രിയുടെ നേരെ താഴെ വരുന്ന എലമെന്റ്സ് സീറോ എന്നാണ്. അപ്പൊ റോ 1ഉമായിട്ട് വേണം കമ്പാരിസൺ നടത്താൻ. ഇത് റോസിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ അലൗഡ് ആണ്. പക്ഷെ ചിലര് R2 -8 എന്നൊക്കെ എഴുതിയാൽ അത് തെറ്റാണ്. R2 ചേഞ്ചസ് ടു R2 -8 എന്നൊക്കെ എഴുതിയാൽ ഇവിടെ നമ്പറാണ് വന്നിരിക്കുന്നത്. ഒരു റോയിൽ നിന്ന് ഒരു നമ്പർ കുറയ്ക്കാൻ ഒരു പെർമിഷൻ നിങ്ങൾക്കില്ല. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ അലൗഡ് അല്ല. പക്ഷെ ഇത് ഒരു കോമ്പിനേഷൻ ഓഫ് റോസ് ആണ്, അത് അലൗഡ് ആണ്. എന്താ, നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. R2 ചേഞ്ചസ് ടു R2 മൈനസ് പ്ലസ് ആയി +8 R1. അതുപോലെ R3 ചേഞ്ചസ് ടു R3 പ്ലസ് 16 R1. എന്ത് ചേഞ്ച് വരും നമുക്ക് നോക്കാം. 1 -1/3 -1/3 -8 + 8 × 1 അത് 0 ആണ്. 0 + 8 × -1/3 -8/3. R2 + 8 R1 ആണ്. അതായത് 4 + 8 × -1/3 4 + 8 × -1/3. ഡിനോമിനേറ്റർ ഇവിടെ 1 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ്. 1ന്റെയും 3യുടെ LCM എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 3 ആണ്, അപ്പൊ അത് അങ്ങനെ നിൽക്കട്ടെ. 3 ആക്കണം. × 3 കൊടുക്കുക, ഇവിടെ × 3 കൊടുക്കുക. 4 × 3 12 ആണ്. 12 - 8 ഹോൾ ഡിവൈഡ് ബൈ 3. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ഈക്വൽ ടു 4/3. ഇവിടെ നമുക്ക് 4/3 കിട്ടും. അടുത്ത നമുക്ക് നോക്കാം. R3 + 16 R1 -16 + 16 × 1 അത് 0 ആണ്. 8 + 16 × -1/3. That is equal to 8/1 ആണ്. × 3 കൊടുക്കാം. 1ന്റെയും 3യുടെ LCM 3 ആണ്. സോ × 3 കൊടുത്തു. ന്യൂമറേറ്റർ × 3 കൊടുക്കാം. 24 - 16 അതായത് 8/3. അത് 8/3 തന്നെയാണ്. അടുത്തത് R3 + 16 R1. R3 4 ആണ്. 16 × R1 എന്ന് പറയുന്നത് -1/3 ആണ്. ഇവിടെ ഇതുപോലെ തന്നെ 4/1 ആണ്. × 3 കൊടുക്കുക, × 3 കൊടുക്കുക. എന്ത് കിട്ടി? 12 - 16. 12 - 6 എന്ന് പറയുന്നത് -4/3 ആണ്. സോ -4/3. ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുക. സീറോ റോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോൺ സീറോ റോസിന്റെ താഴെയാണോ? സീറോ റോസ് ഒന്നുമില്ല, അത് വിട്ടേക്കുക. ഫസ്റ്റ് റോയില് ലീഡിങ് നോൺ സീറോ എൻട്രി 1 ആണോ? യെസ്, അത് ശരിയായി. അതിന് നേരെ താഴെ 0 ആണോ? യെസ്, അതും ശരിയായി. സെക്കൻഡ് റോയില് ലീഡിങ് നോൺ സീറോ എൻട്രി 1 ആക്കണം. ഇതിനെ 1 ആക്കണം. അതാണ് അടുത്ത പരിപാടി. × -3/8 കൊടുത്തുള്ളത് 1 ആകും. ഞാനത് ചെയ്യുന്നു.
നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക. ഞാനിപ്പോ ഇതിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് വേറെ പേപ്പർ എടുത്ത് ചെയ്യുന്നത്. അപ്പോ R2 changes to R2 into -3/8. എന്ത് വരും നോക്കാം. R1 അതുപോലെ തന്നെ നിർത്തുന്നു. 1 -1/3 -1/3 0 -8/3 into -3/8 4/3 into -3/8. R2 എല്ലാ എലമെന്റിനെയും -3/8 എന്ന് മൾട്ടിപ്ലൈ ചെയ്തു. R3 അതുപോലെ നിർത്തുന്നു. 0 8/3 -4/3. So this is equal to 1 -1/3 -1/3 0 3 കട്ട് ചെയ്ത് പോകും, 8 8 കട്ട് ചെയ്ത് പോകും, -1 to -1 1. അഥവാ അതുകൊണ്ടാണല്ലോ നമ്മൾ അത് ചെയ്തത്. ഇവിടെ 4 8 കട്ട് ചെയ്ത് 2 എന്ന് എഴുതാം, 3 3 കട്ട് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ -1/2 എന്ന് എഴുതാം. -1/2 0 8/3 -4/3. ഈ ചോദ്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്യാം. സീറോ റോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോൺ സീറോ റോസിന്റെ താഴെയാണോ? സീറോ റോസ് ഒന്നുമില്ല, അപ്പൊ ചോദ്യത്തിനോട് പ്രസക്തിയില്ല. അടുത്തത് ലീഡിംഗ് നോൺ സീറോ എൻട്രി ഓഫ് റോ 1 1 ആണോ? യെസ്. താഴോട്ട് 0 ആണോ? യെസ്. റോ 1 കഴിഞ്ഞു. ലീഡിംഗ് നോൺ സീറോ എൻട്രി ഓഫ് റോ 2 1 ആണോ? യെസ്. താഴോട്ട് 0 ആണോ? അല്ല. ഇത് 0 ആക്കണം. ഇത് 0 ആക്കാൻ വേണ്ടി ദിസ് ഇസ് ഇൻ റോ 3. റോ 3ക്കാണ് ചേഞ്ച് കൊടുക്കേണ്ടത്. R3 ചേഞ്ചസ് ടു R3 മൈനസ് റെഡിയാക്കി വെക്കുക. 8/3 ആ നമ്പർ അതുപോലെ എൻ്റർ ചെയ്യുക. R2 ചോദ്യം ഇതായിരുന്നു, ലീഡിംഗ് നോൺ സീറോ എൻട്രി ഓഫ് റോ 2ന്റെ താഴെ 0 ആണോ എന്നാണ്. അതുകൊണ്ട് ആ റോ 2 ആയിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, റോ 1 കഴിഞ്ഞു. റോ 1 ലീഡിംഗ് നോൺ സീറോ എൻട്രി 1 ആയി, താഴോട്ട് 0 ആയി. ഇനി റോ 1 വിളിച്ചെടുത്തുകൊണ്ട് വരരുത്, അത് മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാക്കും. റോ 1 കഴിഞ്ഞു, സീൽ ചെയ്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് റോ 1 ഇനി ഒരു എന്താ പറയാ ഒരു കോമ്പിനേഷൻസിന് പോകരുത്. ഓക്കെ, സോ R3 ചേഞ്ചസ് ടു R3 മൈനസ് 8/3 R2 എന്തൊരു നോക്കാം. 1 -1/3 -1/3 0 1 -1/2 0 -8/3 into 0 അത് 0 തന്നെയാണ്. 8/3 -8/3 into 1 അത് 0 0 ആക്കാനാണല്ലോ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തത്. അടുത്ത് ഇവിടെ നോക്കാം. R3 എന്ന് പറയുന്നത് -4/3 ആണ്. -8/3 into R2 എന്ന് പറയുന്നത് -1/2 ആണ്. അതായത് -4/3 ഈ 2ഉം 8ഉം കൂടെ വെട്ടി 4 എഴുതി, മൈനസ് പ്ലസ് ആണ്, +4/3 അത് 0 ആണ്. 0 ആയിട്ട് മാറി. അങ്ങനെ ഇതിനെ റോ റെഡ്യൂസ് എക്കലോൺ ഫോമിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മാട്രിക്സ് കിട്ടി. അതെടുത്ത് ഇവിടെ എഴുതുക. 1 -1/3 -1/3 0 1 -1/2 0 0 0 x y z is equal to 0 0 0. ഇവിടെ നിന്ന് ഇക്വേഷൻ കിട്ടും നോക്കാം. 1 into x -1/3 into y -y/3 -1/3 into z -z/3 is equal to 0. സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. 0 into x അത് പിന്നെ 0. 1 into y -1/2 into z -z/2 is equal to 0. ഇവിടെ നമുക്ക് R എന്ന് പറയുന്ന റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. കാരണം 2 നോൺ സീറോ റോസ് ആണ്. ഒരു റോ 0 ആയിപ്പോയി, റോ റെഡ്യൂസ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 2 നോൺ സീറോ റോസേ ഉള്ളൂ. സോ റാങ്ക് 2 ആണ്. n എന്ന് പറയുന്നത് 3 ആണ്. x, y, z മൊത്തം 3 എണ്ണമാണ്. അപ്പൊ R ലെസ് ദാൻ n ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. n-r വാല്യൂ നോക്കുക. n 3 ആണ്, r 2 ആണ്. സോ n-r 1 ആണ്. സോ substitution for one variable. Substitution for one variable. ഒരു വേരിയബിളിന് മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എക്സും വൈ ഇസഡ് ഉണ്ടെങ്കിൽ ഇസഡിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് പിന്നെ വൈക്ക് കൊടുത്ത് പിന്നെ എക്സ്, ആ രീതിക്കാണ്. അപ്പോൾ ഇവിടെ ഒരു വേരിയബിളിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ഇസഡിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ നമ്മൾ പ്രിഫർ ചെയ്യും. ഇസഡ് ഇസ് ഈക്വൽ ടു എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ഇക്വേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇസഡ് ഇസ് ഈക്വൽ ടു സം നമ്പർ ഒരു ഇക്വേഷനകത്ത് ഇല്ല. അപ്പൊ ധൈര്യമായിട്ട്
പുട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y മൈനസ് ടി ബൈ ടു ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് y ഇസ് ഈക്വൽ ടു മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആകും ടി ബൈ ടു. ഇസഡും വൈയും എല്ലാം കൂടി ഈ ഇക്വേഷനിൽ കൊടുക്കുക. എക്സ് മൈനസ് വൈ ബൈ ത്രീ, ടി ബൈ ടു ബൈ ത്രീ എന്ന് പറയുന്നത് ടി ബൈ സിക്സ് ആണ്. ടി ബൈ ടു ബൈ ത്രീ ദാറ്റ് ഇസ് ടി ബൈ സിക്സ് മൈനസ് ഇസഡ് ബൈ ത്രീ. ഇസഡ് ബൈ ത്രീ എന്ന് പറയുന്നത് ഇസഡ് ടി ആണ്. സോ ഇസഡ് ബൈ ത്രീ എന്ന് പറയുന്നത് ടി ബൈ ത്രീ ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ടി ബൈ സിക്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ടി ബൈ സിക്സ് മൈനസ് ടി ബൈ സിക്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ടി ബൈ സിക്സ് മൈനസ് ടി ബൈ ത്രീ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ടി ബൈ ത്രീ. ഇവിടെ സിക്സും ത്രീയും ആണ്. ത്രീയുടെ മൾട്ടിപ്പിൾസ് എഴുതുക. 3, 6, 9, 12 അങ്ങനെ പോകും. സിക്സിനെ മൾട്ടിപ്പിൾസ് എഴുതുക. 6, 12, 18 അങ്ങനെ പോകും. കോമൺ മൾട്ടിപ്പിൾസ് വരുമ്പോൾ 6 ആണ് ഏറ്റവും ചെറുത് കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസ്. എൽസിയം 6 ആണ്. അപ്പോൾ 6 ആക്കുക. ഇത് ഓൾറെഡി 6 ആണ്. ഇവിടെ 6 ആക്കാൻ വേണ്ടി ഇൻറ്റു 2 ചെയ്യുന്നു, ഇവിടെ ഇൻറ്റു 2 ചെയ്യുന്നു. ദിസ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് 2t. 3t ബൈ ഡിനോമിനേറ്റർ 6 ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു ടി ബൈ 2. ആൻസർ എഴുതുമ്പോൾ എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ടി ബൈ ടു വൈ ടി ബൈ ടു ഇസഡ് ടി. ഇനി നമുക്ക് ടിക്ക് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക ഒരു ഐഗൻ വെക്ടർ കിട്ടും. ടിക്ക് 1 കൊടുക്കാം, ടിക്ക് 2 കൊടുക്കാം, ടിക്ക് 3 കൊടുക്കാം, ടിക്ക് -1 കൊടുക്കാം, ഒക്കെ കൊടുക്കാം. എല്ലാം കൊടുത്താൽ ഒരുപാട് 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 ഐഗൻ വെക്ടർ കിട്ടും. നമുക്ക് ഈ ഒരു ഫാമിലിയിലെ ഇത് ഒരു ഫാമിലിയാണ്, n-r 1 ആണ്. അപ്പോൾ ഒറ്റ ഫാമിലി ഉള്ളൂ, 1 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ. ഒരു റെപ്രസെന്റേറ്റീവ് നമുക്ക് മതി. ടിക്ക് 1 ആണ് നമ്മൾ നോർമലി കൊടുക്കുക. പക്ഷെ ഇവിടെ ടിക്ക് 1 കൊടുത്താൽ 1/2 1/2 1 ഫ്രാക്ഷൻസ് വരും. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ടിക്ക് 2 കൊടുക്കുന്നു. ഐഗൻ വെക്ടർ ഇസ് ഒരു ഫാമിലിയിലെ ഒരു റെപ്രസെന്റേറ്റീവ് നമുക്ക് മതി. ഐഗൻ വെക്ടർ ഇസ് ടിക്ക് 1 കൊടുക്കാത്ത കാര്യം ഫ്രാക്ഷൻസ് വരുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, കൊടുത്താൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഫ്രാക്ഷൻസ് വെച്ച് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ അതുകൊണ്ട് ഞാൻ ഫ്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ടിക്ക് 2 കൊടുക്കുന്നു. 2/2 1 ആണ്. t/2 1 ആണ്. ടിക്ക് 2 ആണ് കൊടുക്കുന്നത്. അപ്പൊ 2 1 1 2. അങ്ങനെ ലാംഡ ഇസ് ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ഐഗൻ വെക്ടർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ലാംഡ ഇസ് ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യണം. ax ഇസ് ഈക്വൽ ടു ലാംഡ എക്സ്. ax ഇസ് ഈക്വൽ ടു ലാംഡയുടെ സ്ഥലത്ത് -1 ഇടുക. ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോവുക. ax plus 1x is equal to 0. എക്സിന് പകരം ix എഴുതുക. ix is x because I is identity matrix. ഇനി ax plus 1ix is equal to 0 ആണ്. ഇവിടെ പ്ലസ് 1i ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഡയഗണൽ എൻട്രീസിൽ നിന്ന് ഇവിടുത്തെ നമ്പർ ഇത് +1 ആയതുകൊണ്ട് ഇവിടെ ഞാൻ +1 ആഡ് ചെയ്യുന്നു. -9 + 1 -8 ആണ്. 3 + 1 4 ആണ്. 7 + 1 8 ആണ്. ബാക്കി എൻട്രീസിനൊന്നും ഒരു ചേഞ്ചും ഇല്ല, അതുപോലെ എഴുതുക. 4 4 4 4 -8 4 -8 4 -16 8 -16 8. ഇതിനെ നമുക്ക് എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ കാര്യമില്ല, കാരണം ഹോമോജീനിയസ് ഇക്വേഷൻസ് ആണ്. റൈറ്റ് സൈഡ് 0 ആണ്. അപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ എപ്പോഴും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ യൂണിക് സൊല്യൂഷൻ ആയിരിക്കും, അതായത് 0 സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ. ചിലപ്പോൾ 0 സൊല്യൂഷന് പുറമെ നോൺ 0 സൊല്യൂഷൻസും കണ്ടേക്കും. അപ്പൊ നമുക്കത് പറയാൻ പറ്റത്തില്ല. എനിവേ സൊല്യൂഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഗ്മെന്റഡ് മാട്രിക്സ് എടുത്ത് ചെയ്യുന്നത്. ഇവിടെ സൊല്യൂഷൻ ഉണ്ടോ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം സൊല്യൂഷൻ ഉണ്ട്. ഓഗ്മെന്റഡ് മാട്രിക്സ് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു മാട്രിക്സ് എടുത്ത് അതിനെ എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക. 0 റോസ് നോൺ 0 റോസിന് താഴെ വരണം. അങ്ങനെ 0 റോസ് ഒന്നും തന്നെ ഇല്ല. 0 റോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചോദ്യം കൂടി വാക്കാം. അടുത്തത് ഫസ്റ്റ് റോയിലെ ലീഡിങ് നോൺ 0 എൻട്രി 1 ആയിരിക്കണം. ഇവിടെ -8 ആണ്. 1 ആക്കാൻ വേണ്ടി -8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അത് 1 ആയി. ഇത് -8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ -1/2 ആയി. ഇത് -8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ -1/2 ആയി. അടുത്ത ചോദ്യം ലീഡിങ് നോൺ 0 എൻട്രി റോ 1 ആണ്. നേരെ താഴെയുള്ള എലമെന്റ്സ് 0. അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കരുത്, നേരെ താഴെ 0 ആകണം. രണ്ടും 0 അല്ല. ദിസ് എലമെന്റ് ബിലോങ്സ് ടു റോ 2 ആൻഡ് ദിസ് എലമെന്റ് ബിലോങ്സ് ടു റോ 3. സോ R2 ചേഞ്ച് ചെയ്യണം, R3 ചേഞ്ച് ചെയ്യണം. സോ R2 ചേഞ്ചസ് ടു R2 മൈനസ് എഴുതി റെഡിയാക്കി വെക്കുക. R3 ചേഞ്ചസ് ടു R3 മൈനസ് എഴുതി റെഡിയാക്കി വെക്കുക.
ഇവിടെ എലമെന്റ്സ് -8 -16 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് കൂടെ ഒരു R1 ഇടാൻ മറന്നു പോകരുത്. ഓക്കെ, കാരണം റോസിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. R2 -8 എഴുതിയാൽ അത് തെറ്റാണ്. അങ്ങനത്തെ റോ ട്രാൻസ്ഫോർമേഷൻ അലൗഡ് അല്ല. റോസിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഇവിടെ ഞാൻ എന്തുകൊണ്ട് R1 ഉപയോഗിച്ചു? നമ്മുടെ ചോദ്യം ഇതായിരുന്നു, R1ലെ ലീഡിങ് നോൺ സീറോ എൻട്രിയുടെ താഴെയുള്ള എൻട്രീസ് 0 ആണോ? ഒന്നുകൂടെ ഞാൻ പറയുന്നു, R1 ആണ് ഫോക്കസ്. ലീഡിങ് നോൺ സീറോ എൻട്രിയുടെ താഴെയുള്ള എൻട്രീസ് 0 ആണോ? അതുകൊണ്ട് R1 ആയിട്ട് കമ്പയർ ചെയ്യുന്നു. പിന്നെ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തു. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. R2 ചേഞ്ചസ് ടു R2 പ്ലസ് 8 R1 ചെയ്യുമ്പോൾ -8 + 8 × 1 0, 4 + 8 × -1/2, അതായത് 4 - 4 0, 4 + 8 × -1/2, 4 - 4 0, അത് 0 ആയിപ്പോയി. അടുത്തത് R3 + 16 R1, -16 + 16 × 1 0, 8 + 16 × -1/2, 8 - 8 0. അടുത്തത് 8 + 16 × -1/2, 8 - 8 0. അതായി ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 1 ആണ്, റാങ്ക് 1 ആണ്. ഇത് എക്കലോൺ ഫോമിലാണ്, റാങ്ക് 1 ആണ്. റോൾഡ് ഇസ് എക്കലോൺ ഫോം, സോ റാങ്ക് ഇസ് 1 ഹിയർ. ഇനി നമുക്ക് ഇതിനെയാണല്ലോ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഇത് കിട്ടിയത്. സോ ഇതിന്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഒറ്റ ഇക്വേഷനെ കിട്ടത്തുള്ളൂ, 1 × x -half × y -half × z = 0. ഒറ്റ ഇക്വേഷൻ ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൂ. n-r ഇവിടെ 2 ആണ്, n കാരണം 3, y 3 ആണ്, റാങ്ക് 1 ആണ്. സോ n - r എന്ന് പറയുന്നത് 3 - 1 which is 2. So we must give substitution for 2 variables. ബാക്കി എന്നാണ് നമ്മൾ കൊടുക്കുക, z കഴിഞ്ഞ് y കഴിഞ്ഞ് x, ആ രീതിക്കാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇസഡിന് T1 എന്നും വൈക്ക് T2 എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എക്സ് മൈനസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, വൈക്ക് T2, T2/2 മൈനസ് ഇസഡിന് T1, T1/2 = 0 ആയി. സോ എക്സ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് T1/2, ഈ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് T2/2. അങ്ങനെ നമ്മൾ സൊല്യൂഷൻ എഴുതി. എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സിന്റെ ആൻസർ T1/2 പ്ലസ് T2/2, വൈ T2, ഇസഡ് എന്ന് പറയുന്നത് T1. ഇനി T1 സെപ്പറേറ്റ് ആയിട്ട് എഴുതുക, T2 സെപ്പറേറ്റ് ആയിട്ട് എഴുതുക, രണ്ട് കോളം മാട്രിക്സ് ആയിട്ട് എഴുതുക. T1/2 ഇവിടെ T1 ഇല്ല, അതുകൊണ്ട് 0 എഴുതി. T1 ഉണ്ട്, T1 എഴുതി. T2/2 ഇവിടെ എഴുതി. T2 ഉണ്ട്, സോ T2 ഇവിടെ എഴുതി. T2 ഇല്ല, സോ അവിടെ 0 എഴുതി. ഇവിടെ നമുക്ക് രണ്ട് ഫാമിലീസ് ഓഫ് സൊല്യൂഷൻസ് ആണുള്ളത്, ഒരു T1 ഫാമിലിയും ഒരു T2 ഫാമിലിയും. അതുകൊണ്ട് തന്നെ രണ്ട് റെപ്രസെന്റേറ്റീവ്സ് എടുക്കണം. രണ്ട് ഫാമിലി ഉണ്ട്, ഓരോ ഫാമിലിയിൽ നിന്നും ഓരോ ഐഗൺ വെക്ടർ നമ്മൾ എഴുതണം. അപ്പൊ ആദ്യം T1ന് 0യും T2ന് 1ഉം കൊടുത്ത് ഒരു ഐഗൺ വെക്ടർ എഴുതുക. സോ നമുക്ക് ഒരെണ്ണം ഇങ്ങനെ കിട്ടും, xy z is equal to T1ന് 0യും T2ന് 1, T1ന് 0യും T2ന് 1. അപ്പം 1/2, T1ന് 0യും T2ന് 1ഉം, T2ന് 1, T1ന് 0യും ഇവിടെ T2 ഇല്ലല്ലോ, 0 തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ഹാഫ് ഒരു ഫ്രാക്ഷൻ വന്നു. അപ്പൊ അതുകൊണ്ട് തെറ്റൊന്നുമില്ല, എന്നിരുന്നാലും ഫ്രാക്ഷൻ ഒഴിവാക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക, അതായിരിക്കും എളുപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ. ഒരു കാര്യം ചെയ്യുന്നു, T2ന് 2 കൊടുത്തു നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ T1ന് 0 ആവും, T2ന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 + 2/2, അത് 1 ആയിട്ട് മാറും. അടുത്തത് 0 + T2, T2 2 ആണ്, 2 ആയിട്ട് മാറും. T1 0 ആണല്ലോ, 0, 1 2 0 നമുക്ക് കിട്ടും ഒരു ഐഗൺ വെക്ടർ. അടുത്ത ഒരെണ്ണം T1ന് 2ഉം T2ന് 0യും കൊടുക്കുക. ഇവിടെ 1 0 കൊടുത്താൽ മതി, പക്ഷെ ഇത് നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം ഇവിടെയും വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. T1ന് 2ഉം T2ന് 0യും എന്ത് വരും നോക്കാം. xyz is equal to T1ന് 2 ആണ്, അപ്പൊ T1/2 എന്ന് പറയുന്നത് 1, T2ന് 0 ആണ്, സോ 1 + 0 is 1. പിന്നെ T2ന് 0 ആണ്, സോ അവിടെ 0 വരും. T1ന് 2 ആണ്, T1 2 + 0 = 1 0 2. ഇങ്ങനെ രണ്ട് ഐഗൺ വെക്ടർ കിട്ടും. രണ്ട് ഫാമിലി ഉണ്ട്, n-r2 ആയതുകൊണ്ട് തന്നെ രണ്ട് ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. 2 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ആണ്. ഓരോന്നിനും ഓരോ റെപ്രസെന്റേറ്റീവ്സ് മതി. നമുക്ക് അടുത്ത് ഡി എഴുതുക എന്നുള്ളത് നെക്സ്റ്റ് കടമ്പ. നമുക്ക് ഡി എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസ് ഡയഗണലായിട്ട് എഴുതുക. നമുക്ക് -1 -1 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. ഞാൻ -1 കഴിഞ്ഞ് -1 കഴിഞ്ഞ് 3 എഴുതുന്നു. 3 കഴിഞ്ഞ് -1 -1 എഴുതാം, അല്ലെങ്കിൽ -1 3 -1 എഴുതാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഡി ആദ്യം എഴുതുക.
ബാക്കി എൻട്രീസ് ഒക്കെ 0 ആണല്ലോ. ഡയഗണൽ മാട്രിക്സിന്റെ ബാക്കി എൻട്രീസ് ഓട്ടോമാറ്റിക്കലി 0 ആണ്. അത് കഴിഞ്ഞ് പി എഴുതുക. പി എന്ന് പറയുന്നത് -1 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു ഐഗൺ വെക്ടർ. നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഏത് വേണമെങ്കിലും എഴുതാം. ഞാൻ ആദ്യം ഇത് എഴുതുന്നു, 1 2 0. ഈ രണ്ടാമത് പിന്നെയും -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ. 1 2 0 റിപ്പീറ്റ് ചെയ്തരുത്, മറ്റേതിനെ എടുക്കുക. 1 0 2. ആദ്യം 1 0 2 എടുത്തവർ രണ്ടാമത് 1 2 0 എടുക്കുക. ആദ്യം 1 2 0 എടുത്തവർ രണ്ടാമത് 1 0 2 എടുക്കുക. ഓക്കെ. അടുത്ത 3 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ഓൾറെഡി അത് കണ്ടുപിടിച്ച് വെച്ചതാണ്. ഇത് 1 1 2 ആയിരുന്നു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ. ശ്രദ്ധിക്കുക, ഡി എഴുതിയിട്ട് പി എഴുതാവൂ. ഇവിടെ ഐഗൺ വാല്യൂസിന്റെ ഓർഡറിൽ തന്നെ ആയിരിക്കണം അതിന്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ് എഴുതേണ്ടത്, അല്ലെങ്കിൽ പ്രോബ്ലം തെറ്റിപ്പോകും. ഈ പ്രോബ്ലത്തിന്റെ ഐഗൺ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ആ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും മാട്രിക്സ് ഡയഗണലൈസബിൾ ആണ് എന്ന്. പക്ഷേ നമുക്ക് കിട്ടിയ ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല. -1 -1 3, അതായത് -1 റെപ്പറ്റീഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ സ്റ്റെപ്പിൽ പറയാൻ സാധിക്കില്ല മാട്രിക്സ് ഡയഗണലൈസബിൾ ആണെന്നോ അല്ലെന്നോ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എഴുതിയത് മാട്രിക്സ് മേ ഓർ മേ നോട്ട് ബി ഡയഗണലൈസബിൾ. പക്ഷെ ഇവിടെ വരാൻ നേരത്ത് ഐഗൺ വെക്ടേഴ്സ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം -1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 ഐഗൺ വെക്ടർ കിട്ടി. 2 നമ്മൾ എഴുതിയിട്ടുണ്ട്. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൺ വെക്ടർ കിട്ടി. -1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ n-r 2 ആയിരുന്നു. അതുകൊണ്ട് 2 ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ഓരോ ഫാമിലിയിലും ഓരോ റെപ്രസെന്റേറ്റീവ്സ്. അങ്ങനെ മൊത്തം 2 ഐഗൺ വെക്ടർ നമുക്ക് കിട്ടി. ഐഗൺ വാല്യൂ 3 ആയപ്പോൾ n-r 1 ആയിരുന്നു. ഇപ്പോൾ 1 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ആണ്. ആ ഫാമിലിയിൽ നിന്ന് ഒരു റെപ്രസെന്റേറ്റീവ്, അങ്ങനെ ഒരു ഐഗൺ വെക്ടർ കിട്ടി. എനിവേ 3 ഐഗൺ വെക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3x3 മാട്രിക്സിന് 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടർ കിട്ടിയിട്ടുണ്ട്. സോ ദ മാട്രിക്സ് ഇസ് ഡയഗണലൈസബിൾ. ഇവിടെ നമുക്കത് പറയാം. ക്വസ്റ്റിന് തന്നിരിക്കുന്ന മാട്രിക്സ് ഡയഗണലൈസബിൾ ആണ്. അതായത് there exist P ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു, such that P inverse into A into P is equal to D. ഇത് ഈ മാട്രിക്സിന് ഇൻവേഴ്സും ഗിവൻ മാട്രിക്സ് ആയ എയും പിന്നെ ഈ മാട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി കിട്ടും എന്ന് ആണ് പറയുന്നത്. നമ്മൾ ഈ ചെയ്തതൊക്കെ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും P inverse AP is equal to D എന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന A⁴ കാണാനാണ്. A⁴ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ പിയും ഇതിന്റെ റൈറ്റ് സൈഡിൽ P ഇൻവേഴ്സും കൊടുത്തു നോക്കാം. ലെഫ്റ്റ് സൈഡിൽ പിയും റൈറ്റ് സൈഡിൽ P ഇൻവേഴ്സും കൊടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ പിയും റൈറ്റ് സൈഡിൽ P ഇൻവേഴ്സും കൊടുക്കണം. ഇവിടെ എന്ത് ചെയ്യുന്നു അത് അവിടെയും ചെയ്യണം. പിയും P ഇൻവേഴ്സും കൂടെ ചേർന്ന് I ആയി A, പിയും P ഇൻവേഴ്സും കൂടെ ചേർന്ന് I ആയി is equal to PDP inverse. അതായത് A is equal to PDP inverse. ഐഡന്റിറ്റി മാട്രിക്സ് ഇൻറ്റു A ആണ്, A ഇൻറ്റു ഐഡന്റിറ്റി മാട്രിക്സ് A ആണ്. സോ A is PDP inverse. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന A⁴ ആണ്. സോ A⁴ എന്ന് പറയുന്നത് PDP ഇൻവേഴ്സിനെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്യാം. PDP ഇൻവേഴ്സ്, PDP ഇൻവേഴ്സ്, PDP ഇൻവേഴ്സ്, which is equal to P into ഈ P ഇൻവേഴ്സും ബിയും കൂടെ ചേർന്ന് ഇവിടെ I ആവും. P ഇൻവേഴ്സും ബിയും കൂടെ ചേർന്ന് ഐഡന്റിറ്റി മാട്രിക്സ് ആവും. P ഇൻവേഴ്സും ബിയും I ആവും. എത്ര ഡി ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 D⁴ P ഇൻവേഴ്സ്, which is equal to P into D⁴ ചെയ്യാൻ എളുപ്പമാണ്. ഡയഗണൽ മാട്രിക്സിന്റെ പവർ എടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഡയഗണൽ എൻട്രിക്ക് മാത്രം പവർ കൊടുത്താൽ മതി. -1⁴ അത് 1 ആണ്. -1⁴ അത് 1 ആണ്. 3⁴ 3 into 3 into 3 into 3 അത് 81 ആണ്. ബാക്കിയെല്ലാം 0 തന്നെയായിരിക്കും. ഡയഗണൽ മാട്രിക്സ് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, പവർ എടുക്കാൻ എളുപ്പമാണ്. P ഇൻവേഴ്സ് A⁴ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. A⁵ ആണെങ്കിൽ PD⁵ P ഇൻവേഴ്സ്. A⁴ ആണെങ്കിൽ ഇതുപോലെ 100 തവണ ഒന്നും എഴുതാൻ പറ്റത്തില്ല. നേരെ എഴുതുക P into D⁴ P ഇൻവേഴ്സ്. A⁵ 50 50 ആണെങ്കിൽ പോലും 50 തവണ എഴുതാൻ സാധിക്കില്ല.
പി ഡി റേസ് ടു 50 പി ഇൻവേഴ്സ് എന്ന് എഴുതി പ്രോബ്ലം ചെയ്യുക. ഈ 3 മാട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എ റേസ് ടു 4 നിങ്ങൾക്ക് കിട്ടും. പി എന്ന് പറയുന്നത് ഈ മാട്രിക്സ് ആണ്. പി ഇൻവേഴ്സ് കാൽക്കുലേറ്റർ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ റേസ് ടു 4 കിട്ടും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.